ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഫാമിലി മാത്രമല്ല, വേറെയും കുറേ ആൾക്കാരുണ്ട്. ഇവിടെ തൃശ്ശൂർ കുരിയച്ചിറയിൽ സെറാജം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫിസിയോതെറാപ്പി സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടേക്ക് അച്ഛനമ്മയും കുറച്ച് നാളായിട്ട് പോകുന്നുണ്ട്. അത് സൗജന്യമായിട്ടുള്ള ഒരു സെൻറ്ററാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഒരു ചെറിയ കമ്മ്യൂണിറ്റി പോലെയാണ്. അപ്പോൾ അവരവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് യാത്രകളും ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് ആ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവിടെ പോകുന്നവർ മാത്രമല്ല, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ഫ്രണ്ട്സിനെയോ ഒക്കെ വിളിക്കാം. നമ്മളെല്ലാവരും നമ്മുടെ പൈസ എടുക്കണം, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരാൾക്ക് 1000 രൂപ വെച്ചിട്ടായിരുന്നു. ഒരു 95 മേലെ ആൾക്കാരുണ്ടായിരുന്നു. രണ്ട് ബസ് ഇതേ കണ്ടോ, 2 ബസ്സിലായിട്ട്, 2 വലിയ ടൂറിസ്റ്റ് ബസ്സിലായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. നമ്മൾ തൃശ്ശൂർ കൊരട്ടിമുത്തിൻ്റെ പള്ളി ഉണ്ടല്ലോ, അവിടെയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതുവരെ കൊണ്ട് പോയിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ നിർത്തിയത്. അവരുടെ തന്നെ അവിടെ ഒരു ഹാളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനായിരുന്നു. അപ്പോൾ രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ബസ്സുകാർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതാണ് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നന്നായി പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ ക്ലൈമറ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ മഴയാണല്ലോ. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ രാവിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എത്തി. ഒരു 3 to 4 മണിക്കൂർ ഏകദേശം നമുക്ക് ഇവിടുന്ന് ട്രാവൽ വരുന്നത്. അപ്പോൾ നമ്മൾ ബസ് പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ, നമുക്ക് അധികം ഒന്നും നടക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. ഇനി നമ്മൾ ഹൗസ് ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് 6 മണി 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു 7:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. പിന്നെ നമ്മളിടയ്ക്ക് ഫുഡ് കഴിക്കാനും ഒക്കെ നിർത്തിയല്ലോ. അത് കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും ഏകദേശം 12 മണിക്ക് ആയി. അപ്പോൾ അതാ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഹൗസ് ബോട്ടിൽ കയറുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. 95 മേലെ, കറക്റ്റ് 100 ഇല്ല തോന്നുന്നു, ഒരു 95-97 പേരോളം ഉണ്ട്. അപ്പോൾ 2 ടൂറിസ്റ്റ് ബസ്സിലായിട്ടും ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഹൗസ് ബോട്ട് 2 നിലയായിട്ടുള്ള ഹൗസ് ബോട്ടാണ്. അപ്പോൾ അതിൽ മുകളിലേക്കാണ് ഫസ്റ്റ് തന്നെ നമ്മളെല്ലാവരും ചെന്നത്. കാരണം അവിടെയാണ് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്. താഴെയുണ്ട്, അതായത് മുകളിൽ കുറച്ചധികം പേർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റും. താഴെയാകുമ്പോൾ കുറച്ച് കൺജസ്റ്റഡ് ആവും. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ്. ഒരുപാട് ഹൗസ് ബോട്ടുകളിട്ടുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മുന്നേ പലപ്പോഴും വീട്ടിൽ നിന്ന് ഇതുപോലെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്പോട്ട് തന്നെയായിരുന്നു ഈ ആലപ്പി ഹൗസ് ബോട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഹൗസ് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 5 മണി വരെ അതിനുള്ളിൽ തന്നെയാണ് ഇങ്ങനെ കായലിൽ കൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങും. അപ്പോൾ നമ്മൾ മുകളിലെത്തി. നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവരവരുടെ ചെയറുകൾ ഇങ്ങനെ നോക്കി, അവരവരുടെ ചെയറുകളൊന്നുമില്ല, കിട്ടിയ ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 4 റൂമുണ്ട്. താഴെ 2 ബെഡ്റൂമും മുകളിലും 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ളത്. അപ്പോൾ അത് മുകളിലത്തെ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ദിവസം ആ ബെഡ്റൂം നോക്കി നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് റെസ്റ്റ് ചെയ്യാനും ബാത്റൂമിൽ പോകാനും ഫ്രഷ് ആവാനുള്ള എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ AC-യും ഫാനും ഒക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് വന്നപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് തന്നു, അതൊക്കെ കുടിച്ചു. പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു കലാപരിപാടികൾ പോലെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എല്ലാവരായിട്ടും നമുക്ക് അത്ര വലിയ കണക്ഷനൊന്നുമില്ല. ഒന്നാമത് ഇത് അച്ഛനമ്മയും വഴിയുള്ള കണക്ഷനാണ് നമുക്കുള്ളൂ. അന്നത്തെ ഒരു ദിവസത്തെ ഒരു പരിചയം മാത്രമേ അവരായിട്ട് നമുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടേതായ ഒരു പ്രൈവസിയിൽ കുറച്ച് നേരമൊക്കെ പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബോട്ടിൽ, ചെറിയ ബോട്ടിൽ വഞ്ചിട്ടൊക്കെയായിട്ട് ഐസ്ക്രീമും ഓരോന്നൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നത് കണ്ടു കേട്ടോ. ഇതിപ്പോൾ താഴെയാണ്. ഞങ്ങൾ കുറേ നേരം മുകളിലിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി താഴെ പോകാമെന്ന്. അപ്പോൾ താഴെയാണല്ലോ ഈ ബോട്ട് ഡ്രൈവ് ചെയ്യുന്ന ചേട്ടൻ താഴെ ഇരിക്കുന്നത്. മിക്കപ്പോഴും എല്ലാവരും ഇതിൻ്റെ അവിടെ ഇരുന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒട്ടും കുറയ്ക്കുന്നില്ല എന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് എന്തായാലും എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മളും ബോട്ട് നമ്മുടെ കൺട്രോളിലാണ് മാഷേ എന്ന് പറയുന്ന പോലെ കുറച്ച് നേരത്തേക്കൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൾ പറഞ്ഞു കേട്ടോ, ചേട്ടൻ പറഞ്ഞു ഇരിക്കുന്നോന്ന്, ഡ്രൈവ് ചെയ്ത് നോക്കുന്നോന്ന്. എന്നാൽ ശരി, ഒന്ന് കയറി ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ സൈഡിൽ നിന്ന് പറയുന്നുണ്ട് എങ്ങോട്ടൊക്കെയാണ് ടേൺ ചെയ്യേണ്ടതെന്ന്, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മളിതിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ആഷി ഇരുന്നു, പിന്നെ അതിന് ശേഷം ഞാനിരുന്നു. ആദ്യം ഇത്തിരി എളുപ്പമായിട്ട് തോന്നിയെങ്കിലും നമുക്കിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റിലേക്കും തിരിക്കുമ്പോൾ ഒരു കുറച്ച് ബലം കൊടുക്കണം എന്നെനിക്ക് തോന്നി. നമ്മൾ ഈ ചെറിയ പങ്കായത്തിലൊക്കെ ഇങ്ങനെ തുഴയുമ്പോഴും അതേപോലെ തന്നെ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. എന്നാലും നല്ല എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഇതൊരു ഐസ്ക്രീം വിൽക്കാൻ വന്നൊരു ചേട്ടനാണ്. അവരിങ്ങനെ അടുത്തേക്ക് വരും. പിന്നെ ഇതാണ് അവിടുത്തെ മെയിൻ ഐറ്റം, സ്പീഡ് ബോട്ട് എന്നുള്ളത്. ഇതിങ്ങനെ ഓരോരുത്തരിങ്ങനെ ഇതിലിങ്ങനെ കയറി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ, കാരണം വെറുതെ ഇങ്ങനെ ബോട്ടിലിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ബോറടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങളുടെ തന്നെ കൂട്ടത്തിൽ വന്നൊരു ടീമാണ്, അവർ പോയതാണ്. അപ്പോൾ അതിന് ശേഷം അപ്പോൾ നമുക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒരാൾക്ക് 300 രൂപ വെച്ചിട്ടാണ്. നമുക്കൊരു 10 മിനിറ്റാണ് സമയം വരുന്നത്. അപ്പോൾ അച്ഛനമ്മയുണ്ട്, പിന്നെ അത് സിസ്റ്ററിൻ്റെ കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടിയുള്ളതുകൊണ്ട് നമുക്കൊരു പേടിയുണ്ടായിരുന്നു, കുട്ടീനെ എങ്ങനെയാണ് കയറ്റുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിന് അവർ പ്രശ്നമൊന്നും പറഞ്ഞില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നന്നായി പിടിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോഴേക്കും ചെറുതായിട്ടിങ്ങനൊരു മഴച്ചാറിലുണ്ടായിരുന്നു, മേഘമൊക്കെ നല്ലോണം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതായിരുന്നു ഏറ്റവും അടിപൊളിയത്, നല്ല വൈബായിരുന്നു. അപ്പോൾ അറ്റത്ത് കിടക്കുന്നതാണ് നമ്മുടെ ബോട്ട്. അതിൽ നിന്ന് നമ്മൾ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ടാ പോകുന്നു. അയ്യോ, അത് ഭയങ്കര രസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആളിങ്ങനെ പ്രത്യേക തരത്തിലുള്ള ചില ഡൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടുക്കി മൂന്നാറൊക്കെ പോകുമ്പോൾ അവിടെ നമ്മളിങ്ങനെ ട്രക്കിങ്ങിന് പോകുകയാണെന്ന് വെച്ചാൽ ഈ ജീപ്പിൽ അവർ നമ്മളെ നോർമലായിട്ടുള്ള വഴി കൂടെ കൊണ്ടുപോകില്ല. നോർമലായിട്ടുള്ള വഴി ഒരു സൈഡിലുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള വഴി കൂടെ അഡ്വഞ്ചറസ് ആയിട്ടാണ് കൊണ്ടുപോകുള്ളൂ. കാരണം അതാണ് രസം, അല്ലാണ്ട് നോർമലായിട്ട് പോകണതിൽ എന്താ കാര്യമുള്ളതെന്ന് പറയാം. അതേപോലെ എനിക്കിതിൽ പോയപ്പോൾ ഓർമ്മ വന്നത്, ഞങ്ങൾ കാശ്മീർ പോയപ്പോൾ അവിടെ നമ്മൾ കുതിര സവാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും കുതിരയ്ക്ക് പോകാൻ നോർമലായിട്ടുള്ള വഴിയുണ്ട്, പക്ഷേ എല്ലാം പാറയുടെയും കല്ലിൻ്റെയും മേലെ കൂടെ കയറിയിട്ടാണ് പോയിരുന്നത്. അതാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരുന്നത്. അയ്യോ, ഇത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്പീഡ് കൂടാൻ തുടങ്ങിയിട്ടാണ്. ഇടയ്ക്ക് സ്ലോ ആവും, ഇടയ്ക്ക് സ്പീഡ് കൂട്ടും, അങ്ങനെയായിട്ട്. പക്ഷെ അത് ഭയങ്കര രസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പീഡ് ബോട്ടിൽ യാത്രയ്ക്ക് കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും ഒരാൾക്ക് ഇവിടെ കുറച്ച് പേടിയൊക്കെ ആയി തുടങ്ങി, വീഴും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ കരഞ്ഞൊന്നുമില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കയറി. പിന്നെ അപ്പോഴത്തേക്കും ഒരു 2 മണി ഏകദേശം ഒരു സമയമൊക്കെ ആയി. നമ്മൾ ഫുഡിൻ്റെ ടൈമായി. ഫുഡ് ശരിക്കും 1 മണി എന്നൊരു സമയത്തായിരുന്നു, പക്ഷെ കുറച്ച് ലേറ്റായി. കുറച്ച് ആൾക്കാർ കൂടുതലുള്ള കാരണം അതിനനുസരിച്ച് അവർക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതും ആവാൻ ലേറ്റ് ആയതാണെന്ന് തോന്നുന്നു. സാധാരണ പറഞ്ഞ സമയത്തിനേക്കാൾ എന്തെങ്കിലും ലേറ്റായി. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബോട്ട് ഒരു സൈഡിലേക്ക് അടുപ്പിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഒരു തെങ്ങുമ്പോൾ പോയിട്ട് കെട്ടിയിട്ടേക്കാണ് ബോട്ട്. അല്ലെങ്കിൽ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്തിട്ട് പോകുമ്പോൾ ഇതാണ് അവിടുത്തെ കിച്ചൺ. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു കാര്യം, ഇവിടുത്തെ ഫുഡാണ്. ആലപ്പുഴയിലത്തെ ഫുഡ്, ഇത് കരിമീൻ വറുത്തത്, അതൊക്കെ മെയിൻ സ്പെഷ്യാലിറ്റി ആണല്ലോ, നല്ല ഫുഡായിരിക്കും. അപ്പോൾ ചോറും പിന്നെ കറികളും ഒക്കെ ആയിരുന്നു. ചോറുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു കാബേജ് തോരൻ, പിന്നെ ഒരു പയറുപ്പേരി, പിന്നെ മെയിനായിട്ട് ഉള്ളത് നമ്മുടെ കരിമീനാണ്, പിന്നെ അച്ചാറ്, സാലഡ്, നല്ല ഫുഡ് തന്നെയായിരുന്നു. ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. ഒന്നാമത് ആ സമയത്തേക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ടേ, പിന്നെ സാധാരണ നമ്മൾ കഴിക്കുന്ന സമയത്ത് നിന്ന് കുറച്ച് വിട്ടു പോകുന്നു. ഒരു 1:30 എന്ന് പറഞ്ഞിട്ട് 2 മണിക്ക് ആയി. അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിലാണ് നമ്മൾ സ്പീഡ് ബോട്ടിൽ പോയത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് വിശന്നു. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശപ്പുകൊണ്ട് മാത്രമല്ല കേട്ടോ, ഫുഡ് നല്ലത് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ച് നേരം കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പാട്ട് അതൊക്കെ മുകളിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ വന്നിരുന്നു. അപ്പോഴാണ് കൂടുതൽ നമ്മൾ ഇവിടുത്തെ ഈ നാട് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ശരിക്കും മഴ പെയ്ത് ഇപ്പോൾ തൃശ്ശൂരൊക്കെ വെള്ളം പല സ്ഥലത്തും പൊന്തി തുടങ്ങി. അപ്പോഴാണ് ഇവരിവിടെ വെള്ളത്തിൻ്റെ നടുക്കിൽ വീട് വെച്ച് താമസിക്കണം. അവിടുത്തെ എന്താ പറയുക, നാട്ടുകാർ അല്ലെങ്കിൽ അവിടുത്തെ ജീവിത രീതി അങ്ങനെയാണ്. സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷേ നേരിട്ട് ഇതിങ്ങനെ കണ്ടപ്പോൾ ശരിക്കും ഒരു പേടിയാണ് തോന്നിയത്, എങ്ങനെയാണ് ഇവരിവിടെ കഴിയുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് എല്ലാവർക്കും ബോട്ടുണ്ട്. കാരണം അല്ലാണ്ട് അവർക്ക് വേറെ മാർഗ്ഗമില്ല. നമുക്കിവിടെ ബൈക്കും കാറിലൊക്കെയാണ് നമുക്ക് വെച്ചെങ്കിൽ, അവർക്ക് അതിന് പകരം ബോട്ടാണ്. ആ ബോട്ടിൽ കൂടെ കടന്നിട്ട് വേണം അവർക്ക് കരയിലേക്ക് എത്താൻ. അയ്യോ, അപ്പോൾ എങ്ങനെയാണ് അതിങ്ങനെ, അത് എത്ര സേഫാണോ എന്നൊക്കെ ആലോചിച്ചു. കാരണം ഇപ്പോൾ കുറച്ച് കാലം മുന്നേ ആയിരുന്നു ഈ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഈ ഫ്ലഡ് വരാൻ തുടങ്ങിയതിന് ശേഷം എന്ത് ധൈര്യത്തിലാണ് ഇരിക്കുന്നത് തോന്നിയത്. അപ്പോൾ ഒരു ചേച്ചി ഇത് അവിടെ ഇരുന്നിട്ട് ചൂണ്ടിടുന്നത് കാണുമ്പോൾ സുഖമല്ലേ അവർക്ക് തോന്നി. അതായത് ഇവർക്കിപ്പോൾ ഇന്ന് ഭക്ഷണത്തിന് ഇപ്പോൾ മീൻ വേണം തോന്നുക, അവിടെ പോയി ഇരിക്കുക, ചൂണ്ടിടുക, വീണ്ടും മുന്നിലിരിക്കുക, ചൂണ്ടിടുക, പിടിക്കുക, ഫ്രഷ് സാധനം കിട്ടും. നമുക്കിവിടെ മാർക്കറ്റിലേക്ക് പോകണം, അല്ലെങ്കിൽ മീൻകാരനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം, അതൊരു പടപാടല്ലേ. അപ്പോൾ ഫുള്ളൊരു വെള്ളത്തിലാണ് എപ്പോഴും.
പിന്നെ പല വീടുകളും തൂണിൻ്റെ മേലെയാണ് വെച്ചേക്കണത്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഫ്ലഡ് വന്നതിന് ശേഷം നമ്മുടെ ഗവൺമെൻറ്റിലും അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, വീടുകൾ പണിയുമ്പോൾ പൊക്കി പണിയണം, അപ്പോൾ ഇങ്ങനെ തൂണുകൾ വെച്ചിട്ട് അതിൻ്റെ മേലൊക്കെ പണിയണം എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് വേണ്ട ഫെസിലിറ്റീസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. ഇതിപ്പോൾ ഒരു ദൂരെ എത്തിയപ്പോൾ കണ്ടത് എല്ലാ ഹൗസ് ബോട്ടുകളും ഒരുമിച്ച്, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം രസമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവണില്ല, എനിക്ക് അത്ര തോന്നുന്നില്ല. പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര രസമായിരുന്നു. നമ്മുടെ സാധാരണ ഒരു ബഡ്ജറ്റിലുള്ള ബോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ ഒരാൾക്ക് 1000 ആയിരുന്നു ഇവിടെ ചിലവ് വന്നത്. അത് നമ്മുടെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ സീസൺ ആകുമ്പോൾ റേറ്റ് കൂടുമെന്ന് പറഞ്ഞു. അതൊരു ഒക്ടോബർ നവംബറൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് റേറ്റ് കൂടും. അപ്പോൾ ഇതാ വരുന്നത് ഒരു അടിപൊളി ഒരു ലക്ഷറി ടൈപ്പ് ഒരു ബോട്ടാണ്. അതിനൊക്കെ എന്തായാലും അത്യാവശ്യം റേറ്റ് വരും കേട്ടോ. ഫുൾ ഈസി ആയിട്ടുള്ള, കുറച്ചും കൂടി വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള അങ്ങനത്തേക്കും ബോട്ടുണ്ട്. അതൊക്കെയും നല്ല സെറ്റപ്പുകൾ തന്നെയാണ്. അപ്പോൾ ഫാമിലി മാത്രമായിട്ടും അങ്ങനെയൊക്കെയും, അല്ലെങ്കിൽ ഇപ്പോൾ കപ്പിൾസ് മാത്രമായിട്ട്, പിന്നെ വിദേശികളും ഒക്കെയും ഇങ്ങനെ ഓരോ ബോട്ടിൽ ഇങ്ങനെ പോണത് കണ്ടു കേട്ടോ. അയ്യോ, അതും ഭയങ്കര രസം തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ സമയമാവാറായി. അപ്പോഴത്തേക്കും എന്താ മഴ ഇങ്ങനെ പെയ്തു തുടങ്ങി. ഏറ്റവും നല്ല കാഴ്ചകളായിട്ട് എനിക്കിതിൽ തോന്നിയത് ഈ സൈഡിലുള്ള ഇങ്ങനെ വീടുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അത് ആലോചിക്കുമ്പോൾ ഇങ്ങനെയാണ് അവരവിടെ കഴിയണതെന്ന് നമുക്ക് തോന്നും. പക്ഷേ അവരങ്ങനെയാണ്, അവർക്കത് ശീലമാണ്. ഇതൊരു ചെറിയൊരു ഹോട്ടൽ പോലത്തെയാണ്. അപ്പോൾ നമുക്കിങ്ങനെ വരുന്ന സഞ്ചാരികൾക്ക് അവിടെ ഉള്ളവർക്കൊക്കെ കഴിക്കാനായിട്ട് ഇത് കുറേ പേര് അവിടെ ബോട്ട് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പ്, ഇതൊരു അമ്പലം. അയ്യോ, ഇതൊക്കെ ഭയങ്കര അതിശയമായിട്ട് തോന്നിയിട്ട്. കാരണം നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ കാരണം നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒന്ന് മഴ പെയ്യുമ്പോഴത്തേക്കും വെള്ളം പൊന്താണ്. അപ്പോൾ ഇവർ ഫുള്ളി വെള്ളത്തിൽ നിൽക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ പിന്നെ ഒരു 5 മണിക്കായി. 5 മണി വരെ നമുക്ക് സമയം. അപ്പോഴത്തേക്കും നമുക്ക് ചായയുടെ ടൈമായി. അപ്പോൾ ചായയും എൻ്റെ കൂടെ നമുക്ക് പഴംപൊരി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും മഴ കൂടാൻ തുടങ്ങി. മഴ കുറച്ച് കാര്യമായിട്ട് തന്നെ പെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഇവിടെ നമ്മൾ തൃശ്ശൂർ നല്ല മഴയായിരുന്നു എന്നാണ് അറിഞ്ഞത്. രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു എന്ന് ആണ് കേട്ടത്. അപ്പോൾ എല്ലാ ബോട്ടുകളൊക്കെ ഒരു ദിനം ഒരു സമയം എത്തിയവർ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ടൈം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 മണിയാകുമ്പോഴാണ് നമ്മൾ തിരിച്ച് കരയിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കയറിയത്, ഈ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് നമ്മൾ കയറിയത്. അപ്പോൾ നമ്മളവിടെ തിരിച്ചെത്തി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി റെഡി ആവണം. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തായിരുന്നു, നമുക്കത് പറ്റിയില്ല. കുറച്ചൊരു റഷ് കുറയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ്, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ എല്ലാവരും കടക്കണം. അപ്പോൾ അവിടെ അങ്ങനെ കടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എന്താ പറയുക, ക്രോസ് ചെയ്തിട്ടൊരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ കൂടിയാണ് കിടക്കണത്. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. ബസ് അടുത്ത് തന്നെയാണ് ബസ് പാർക്ക് ചെയ്ത് വെച്ചെങ്കിലും, പക്ഷെ അവിടെ വരെ എത്തണ്ടേ. ഫുള്ള് ശരിക്കും പറഞ്ഞാൽ പകുതി നനഞ്ഞു എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരുന്നു. പക്ഷേ ഈ ബസ്സിൽ കയറിയിരുന്നപ്പോൾ പുഴുക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ നമ്മുടെ ചാനലിൻ്റെ പേരിങ്ങനെ എഴുതിയതാണ്. ഇങ്ങനെ എന്താ പറയുക, ഗ്ലാസ്സുമ്മയ്ക്ക് ഇങ്ങനെ മഴവെള്ളം വീഴുന്നത് ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ബസ് എടുത്തത്. എല്ലാവരും വരണമായിരുന്നു. എല്ലാവരും കുടയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ട്രിപ്പ് അടിച്ചിട്ടാണ് ആൾക്കാർ ഓരോരുത്തർ പോയിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മൾ വണ്ടി എടുത്തു. അപ്പോഴാണ് അവിടെ അറ്റത്ത് ഒരു ഓട്ടോ വെള്ളത്തിൽ പകുതി താഴ്ന്ന് കിടക്കുന്നു. അതൊക്കെ വെള്ളം കയറുന്ന പ്രദേശം തന്നെയാണ്. മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായി. നമ്മൾ തിരിച്ചൊരു 9 മണി 9:30 ആകുമ്പോഴത്തേക്കും എത്തും എന്നാണ് വിചാരിച്ചത്. പക്ഷേ 11 മണിയായി. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കും വലിയ ഡാൻസും പരിപാടികളൊന്നും ഇല്ല. സിനിമയൊക്കെ ഇട്ട് എല്ലാവരും കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് കാണാൻ ഇരുന്നു. പിന്നെ എല്ലാവരും ഒന്ന് ടയർഡായി ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.